അസ്സലാമലൈക്കും. ചുരിദാറൊക്കെ ഇട്ട് വന്നിട്ട് നിങ്ങൾ ഞെട്ടണ്ട. നമ്മൾ 3 പീസ് വാങ്ങിയിരുന്നു. സ്വന്തം കായ്ക്ക് 2 3 പീസ് വാങ്ങിട്ടോ. അപ്പോൾ ഈ 3 പീസ് ഞാൻ മാറ്റിച്ചാൻ പോയതായിരുന്നു. ഞാൻ ഇട്ടുന്ന 3 പീസൊക്കെ എൻ്റെ സ്വന്തം കായ്ക്ക് വാങ്ങി. ഇതൊക്കെയാണ് എൻ്റെ ലാഭട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ എണ്ണ കാച്ചാനുള്ള ചട്ടി വാങ്ങി. അങ്ങനെ എൻ്റെ 3 പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കേട്ടോ, ഇതിനെന്താ എന്തോ ഒരു മഞ്ഞയാണ്. എന്താണ് കസ്റ്റഡ് മഞ്ഞ, എന്തോ ഒരു മഞ്ഞ. കണ്ടോ? സൂപ്പർ ഇല്ലേ മക്കളി, സൂപ്പർ. ഇത് ടോപ്പ് കേട്ടോ. ഇതിൻ്റെ കയ്യമ്മേലൊക്കെ കണ്ടോ, ഉണ്ടാൻ വേണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ? പിന്നെ ഇത് XXL ആണ്. ഇതിന് ഞാൻ പിന്നെ മൂട്ടലും ഒന്നും കാട്ടില്ല, ചേർക്കാണ്ടിട്ടു കേട്ടോ. കണ്ടാ എൻ്റെ ചുരിദാറൊക്കെ എടുക്കണം മൂട്ടായിട്ട്. എന്തോ എന്നോടൊരു മാക്സ് ഇട്ടായിരിക്കും നല്ല സുഖം. പിന്നെ ഇത് പാൻറ്റ് കണ്ടോ, ചുടുപ്പ് പേട്ടാണ് ചുടുപ്പ്. പിന്നെ എന്തോ ഒരു മഞ്ഞയെന്ന് പറഞ്ഞാൽ ചങ്ങായി കണ്ടോ, ഷാള്. പിന്നെ ഇതാണൊന്ന്. സ്വന്തം അധ്വാനത്തിന് ഇങ്ങനെ വാങ്ങുമ്പോണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. 600 രൂപ കേട്ടോ ഒന്നിന്. കണ്ടോ, അങ്ങനെ 2 എണ്ണം മഞ്ഞ. ഇത് ഇങ്ങനത്തെ ലൈറ്റ് കളറൊക്കെയാണ് ഇഷ്ടം കേട്ടോ. കണ്ടോ ഇതിത്തെ ഷാള്. ഇനി നമുക്ക് കുടിക്കൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് പോകണം ഷാള എന്നിട്ടിട്ട് പിന്നെ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ ഐറ്റം. കണ്ടോ, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ തരാം. അപ്പോൾ ചോറ് കുക്കറിൽ കൂക്കുന്നുണ്ട്. അപ്പം ഇനി അത് ഊറ്റി വെക്കാണ്ട് കൂക്കിയോടെ വെച്ചാണ് ഞാൻ പോയതാണ്. മീൻ കുഴച്ചും വെച്ച് ഇനി മീൻ പൊച്ചാനുണ്ട്. ഇന്നലത്തെ ചാറിൻ്റെ പേരിക്കുള്ളതായിരുന്നു വെച്ച് പോയതാണ്. പിന്നെ എണ്ണ ഉണ്ടാക്കാണ്ട് കേട്ടോ. ചട്ടി ഞാനവിടെ പുറത്തുണ്ട് വെച്ചിട്ട് അതിന് കഴുകി എണ്ണൻ്റെ ഇലകളും പൂക്കളും ആയുർവേദ മരുന്നുകളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അരച്ച് സെറ്റാക്കിയിട്ട് നമുക്കിന്ന് കുറച്ച് തോനെ എണ്ണ കാച്ചണം. പുറത്ത് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കാച്ചണം കേട്ടോ. അപ്പം നമ്മളെ എണ്ണക്ക് നല്ല ഓർഡറാണ്. ഉണ്ടാക്കിയത് മുഴുവൻ ഒരാഴ്ച കൊണ്ട് തീരുകയാണ് മക്കളെ. അപ്പോൾ ഞങ്ങൾ ചെറിയ ചട്ടിയിലെ തരി ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ നേരെ വാങ്ങി ചട്ടിയൊക്കെ നമ്മൾ എണ്ണ വിറ്റ കഴിക്കാനേ വാങ്ങിയിട്ട് അങ്ങനെ ചട്ടിക്കൊക്കെ അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. 1000 റുപ്പീസായിട്ടോ നമ്മളെ ചട്ടിക്ക്. പിന്നത്താ അങ്ങനെ പിന്നെ നമ്മുടെ പെരിക്ക് ഉള്ള പച്ചക്കറിയും മീനും സാധനവും ഫ്രൂട്ട്സും ഒക്കെ ആവശ്യമുള്ളതൊക്കെ ഞാനിപ്പോൾ എൻ്റെ കായിട്ട് കഴിഞ്ഞെങ്കിൽ കഴിക്കാനേ വാങ്ങാൻ, ഞാൻ കാക്കാനൊക്കെ വാങ്ങാൻ ഇല്ലെങ്കിൽ മാത്രം കാക്കാനോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെന്താ, എന്നാൽ ബായ്. അപ്പം ഞാൻ അത് ഓരോന്ന് മടക്കി വയ്ക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സുഖല്ലേ? അപ്പോൾ പുച്ഛിക്കുന്നവരും പരിഹസിക്കുന്നവരും കളിയാക്കി സൃഷ്ടിക്കുന്നവരും അവിടെ ഇരുന്നോളി കേട്ടോ. ലാഭം കണക്കൂട്ടി ലാഭണ്ട അയച്ചുകൊണ്ട് എനിക്ക് ലാഭം ഉണ്ടായിട്ട് കച്ചവടം ചെയ്യുക തിന്നോളി. നിങ്ങളൊക്കെ അവിടെ സോഫമ്മ കാലും കയറ്റിച്ചിരുന്നാണ്ട് ലാഭണ്ടാന്ന് ചോദിച്ചിരുന്നോളിട്ടാ. എനിക്ക് ലാഭം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ ലാഭം തരുന്നില്ല, അത് വേറെ. പിന്നെ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ നടന്നു പോകും. എനിക്കത് മതിയിട്ട് അൽഹംദുലില്ലാ, അതന്നെ എൻ്റെ ലാഭം. കണ്ടോ നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ ഇത് കാക്കാനോട് പറയണ്ടേ, കാക്കെടുത്ത് തരണ്ടേ? അപ്പം നമുക്ക് വാങ്ങുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ഒരു ഹാപ്പിനെസ് സ്വന്തം വരും. നമുക്കില്ല മക്കളെ അഭിമാനം എന്ന് പറഞ്ഞൊന്ന് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഈ കവർ തന്നെ ഇട്ട് വെച്ചു. ഇനി മറ്റേതും മടക്കാം. അപ്പം ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കും, നിങ്ങളവിടെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഈ 2026 എന്തെങ്കിലുമൊക്കെ എനിക്ക് കുറച്ചൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ നേടിയെടുക്കും. പിന്നെ നമ്മളെ കാക്കൊരു ആക്റ്റീവ് പൈത് വാങ്ങിയിരിക്കണം കേട്ടോ. പൈതാണ് കുറച്ച് കായ്ക്ക്. അപ്പം അതിനും കുറച്ച് കായ് നമ്മൾ കൊടുത്തു, കുറച്ച് കായ് കാക്കി എടുത്തു. ഇനി ബാക്കി കൊടുക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അടച്ച് തീർക്കണം എന്നൊക്കെ കരുതുന്നുണ്ട്. പിന്നെയും നമുക്ക് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. കാക്കാക്ക് വണ്ടി ഇല്ലേന്ന് തരി കുടുംബക്കാരെ വണ്ടിയായിട്ട് ഞാൻ നടക്കലേന്ന് കേട്ടോ. ഒരു ഗൾഫ് പോകുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി വിറ്റപ്പോഴേ കാക്ക വണ്ടിയിൽ വാങ്ങും. കുറച്ച് കായ്ക്ക് ബാക്കിയാണ് തരാമെന്നും പറഞ്ഞാണ്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ്. അപ്പം അതൊക്കെ ഒരു സന്തോഷമല്ലേ, നമുക്ക് സന്തോഷം. വേറെ വെച്ചിട്ട് നമുക്ക് ഒന്നും ആവില്ല മക്കളെ, ഒന്നും ആവില്ല. അപ്പം എന്നാൽ ഞാൻ ഫുഡ് കഴിക്കണം, ചോറ് വെക്കണം. അപ്പം നമ്മൾ പോയി വന്നപ്പോഴത്തേന് കുക്കറിൽ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കറിലാണ്, മട്ടരിയാണ് കേട്ടോ. അപ്പം അരി കഴിഞ്ഞിട്ട് നാളെ കൊണ്ടുവരണം. അപ്പം ഞാനിത് ഊറ്റട്ടെ, നിങ്ങളവിടെ നിന്നോളൂ. പിന്നെന്താ
ഇങ്ങനെ വെള്ളം ഒഴിക്കുക. കുക്കറിലൊരു കുടുക്ക വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചോറ് കൂട്ടല്. ചോറ് കൂട്ടലല്ല, ചോറ് വയ്ക്കൽ. കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചു. അതിൽ ഒരു കുടുക്ക ഇറക്കി വെച്ചിട്ട് ആ കുടുക്കയിൽ വെള്ളം അരിമുടും അങ്ങനെ മൂടും. അപ്പം നല്ല ചോറാവും കേട്ടോ. കൊഴുപ്പും കാര്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ ചെയ്യാം. നമ്മളതിൻ്റെ ആളും ഉള്ളൂ. പുറത്ത് വെച്ചിട്ട് അടുത്തൊക്കെ പോയിട്ട് കാര്യം തിന്നാനാവില്ല. കാക്കാൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം പണിച്ചെടുത്ത് കഴിക്കും. പിന്നെ രാത്രി മാത്രം മതി. പിന്നെ ഞാനും കുട്ടിയുമാനും രണ്ടാവും പിടിക്കിൻ്റെ കാര്യത്തിൽ വന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞിക്കുട്ടി വെച്ചാലും ധാരാളം. 1/2 കിലോ അരി ഒരു ദിവസത്തേന് കേട്ടോ. 1 കിലോ അരിണ്ടായ 2 ദിവസം പോകും. അത് മീൻ ഞങ്ങൾ പഴിച്ച് വെച്ചാൽ അത് പൊരിക്കണം. ഇപ്പേരിക്ക് പടവലം മുക്കി വെച്ച് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചോറ് ഊറ്റട്ടെ ഗായ്സ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഗായ്സ്? അങ്ങനെ ഞാൻ ചോറ് ഊറ്റുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറയണത് കേട്ടീനാ? ഫോണൗട്ടി ഞാനിവിടെ നിന്ന് അങ്ങനെ വട വെച്ച്. അപ്പോൾ മോളെ കുറച്ച് കൊന്നു വെച്ചാൽ. അപ്പം നമ്മൾ കണ്ടില്ലേ, കുക്കറിലാണ് ചോറ് വെക്കലുണ്ട്. കുക്കറിൽ ചോറ് വെച്ച് ഞാൻ ചോറ് ഊറ്റി വെക്കുകയാണേ. പിന്നെത്താ മീൻ പൊരിച്ചണം, പടവല ഉപ്പേരി ഉണ്ടാക്കണം. ചോറ് കുക്കറിൽ കൂക്കിയാണ്ട് നമ്മൾ പോയതാട്ടോ. ഓഫാക്കിയാണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ വിസിലൊക്കെ പോയി കഴിഞ്ഞ് എയറൊക്കെ പോയി കഴിഞ്ഞ് ചോറ് സെറ്റായി. കറി നിലത്തുണ്ട്. മതി പുറത്തെ കറി വെച്ചിട്ട് കൂട്ടാളിഞ്ഞ് മാങ്ങി മീൻ ഫ്രിഡ്ജിൽ മുക്കി വെച്ചത്. രാത്രിയിലേക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. മീൻ പൊരിക്കണം, ഉപ്പേരി ഉണ്ടാക്കണം. ഞാൻ കൂട്ടിക്കൊണ്ട് കൊണ്ടുവന്നു. പിന്നെ നമ്മളെ മാങ്ങച്ചാറ്, നെല്ലിക്കച്ചാറ്, ചെമ്മീനച്ചാറ്, നാരങ്ങച്ചാറ് കണ്ടിട്ടോ. മോരും അതൊക്കെ മതി, ഇഷ്ടം പോലെ. നമുക്ക് പിന്നെ കഞ്ഞി കുടിച്ചിട്ടോ. നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ചോറ് ഊറ്റിക്കഴിഞ്ഞ് ഈ ബാക്കി വെള്ളം ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി അത് ചൂടാക്കി അങ്ങനെ കുക്കറിൽ വെക്കി വെള്ളം നമുക്ക് ഒഴിവാക്കാം. അപ്പം ഞാൻ പോകണമെന്ന് അങ്ങനെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് മീൻ പൊരിച്ചാൻ. അപ്പം ഞാൻ മീൻ എടുത്താട്ടെ. ചോറോടൊക്കെ വെള്ളം വറ്റട്ടെ. അപ്പം മീൻ ഞാൻ കുഴച്ച് വെച്ചതായിരുന്നു കേട്ടോ. അതെടുത്തു ഗായ്സ്. അപ്പം ചോറ് നമുക്ക് അടച്ചു വെക്കാം ഗായ്സ്. ചോറ് അടച്ചു വെച്ചു ഗായ്സ്. ഈ മീനൊക്കെ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഗായ്സ്. കണ്ടോ ഓയിൽ നല്ലെണ്ണൻ്റെ കുപ്പി കേട്ടോ. നമ്മളെ അച്ചാറിടാൻ കൊണ്ട് തന്നെ നല്ലെണ്ണൻ്റെ കുപ്പി. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു ഗായ്സ്. പിന്നെ നമുക്ക് നമ്മളെ മീൻ ഇങ്ങനെ ഇതെന്താ മീനെന്ന് അറിയാം. എന്തോ ഒരു പേരറിഞ്ഞ് പേരും അറിയില്ല. അതിലെ ചമ്പാൻ്റെ ഏട്ടനെന്നൊക്കെ പറയും. പൊടിയുള്ള മീനാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് പൊരിച്ചെടുക്കാം. പിന്നെ പേരിൻ്റെ കഴിക്കട്ടെ. പടവലാട്ടോ, പടവലം ഞാൻ കൈയ്യിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ അവിടെ ചട്ടി കിട്ടിയിട്ടുണ്ട്. അത് അവിടെ കിടന്ന് വരുമ്പോഴത്തേന് നമുക്ക് എന്ത് പണി ചെയ്താൽ ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരി ഉണ്ടാക്കാൻ ഞാൻ എന്ത് പണി ചെയ്തേക്കണം, ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് മീശോ ചട്ടിയാട്ടോ, മീശോ ചട്ടി. ഇങ്ങനത്തെ ചട്ടി വേണമെങ്കിൽ ഞാൻ കുറേ വെച്ചിട്ടുണ്ട്. അതാ ഇതിലേക്ക് ലിങ്ക് വേണമെങ്കിൽ തരാം. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ജഗ്ഗിടാം ഗായ്സ്. ഇനി കടകിടാം ഗായ്സ്. അങ്ങനെ നമുക്ക് കടകിട്ട് കൊടുക്കാം. കടക് പോസ്റ്റ് മുട്ടില്ല, കടക് പൊട്ടണ കണ്ടോ ഗായ്സ്. ഇനി അതിലേക്ക് നമ്മളെ പടവലിട്ട് കൊടുക്കാം. അപ്പം മീൻ അവിടെ കിടന്ന് നിരയുണ്ട്. നമ്മളെ പേര് ഞാൻ മൂടി വെക്കട്ടെ. ഇത് 2 മുളക് കൂട്ടക്കണേ. കറിവേപ്പിൻ്റെ ഇല്ല, ഇന്നലെ മേങ്ങാൻ പറഞ്ഞു. അപ്പം അത് കിട്ടി. പിന്നെ കൂനുണ്ട്. അത് ഞാൻ വൈകിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. മീനുണ്ടാകുമ്പോൾ കൂനും കൂടെ വേണ്ടല്ലോ. ഇത് ഇന്നലെ വാങ്ങിയില്ല. ഒക്കെ സ്വന്തം ഇന്നത്തെ ഫുഡ് മൊത്തം സ്വന്തം പൈസ കിട്ടും. അപ്പോൾ പെണ്ണുങ്ങൾക്കും പറ്റും.
ഇതെന്താണെന്നറിയോ? ഇതാണ് മക്കളെ ബദാം പിസി. ഇത് ആവശ്യമുള്ളവർ പറഞ്ഞോളൂ, ഞാൻ കൊറിയർ അയച്ചിട്ട്. ഇതൊരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ കുടിച്ച് നമുക്ക് ഈ ചൂടിന് തണുപ്പിനൊക്കെ നല്ലതാട്ടോ. അപ്പോൾ ഇത് പൊതിർത്തിക്കാണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചുകാണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അങ്ങനെ പൊതിർന്ന് വന്നതാണ്. സാധനം ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ അത് കുടിക്കാൻ സംഭവം കേട്ടോ. ബദാം പിസി കണ്ടോ. ഇത് ബദാം മരത്തിൻ്റെ കറയാണ്. കറ അങ്ങനെയൊക്കെ കേട്ടോ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ തരാം. പിന്നെ വേറെ ഒന്നുണ്ടെന്ന് കുണ്ട. അത് അക്യൂസ്യ മരത്തിൻ്റെ ഇതിന് ഗമ്മുണ്ട്. ഗമ്മെന്ന് പറഞ്ഞ പശയല്ലേ. ഇതാണ് സാധനം. ഇതാണ് ഇത് വെള്ളത്തിലിട്ടാൽ ഈ പാത്രം നിറച്ചുണ്ടാവും കേട്ടോ. ഞാൻ കടിതാണ് ഇത്ര മതി. എന്നിട്ട് നമുക്ക് വെള്ളം പറഞ്ഞാൽ അങ്ങനെ കുടിച്ച് സംഭവം. ഓക്കെ. ഷുഗറിനും കൊളസ്ട്രോളിനും പ്രഷറിനും മൂത്രത്തിൻ്റെ പ്രശ്നത്തിനൊക്കെ കൂടിയത് ഒരുപാട് മരുന്നുകളായിട്ട് കഷായം കുടിക്കാറുണ്ട്. അപ്പോൾ അത് അതിൽ ചേർത്തിട്ടാണ് ഞാനത് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതിൽ ചേർത്ത് ഇനി ഇതിൽ കുറച്ച് ചെറുനാരങ്ങ ഇട്ടിട്ട് ഞാനത് കുടിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ പിജ്ജ നമ്മളൊക്കെ പൈസ ഉണ്ടെങ്കിലില്ലേ ഇങ്ങനെയൊക്കെ നമ്മളെ തടിക്കുള്ളതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾ? ഞാനിതിലേക്ക് ചെറുനാരങ്ങ പിന്നെ കുടിക്കാൻ പോവാം. നല്ലതാട്ടോ ഈ പതാങ്കം. അപ്പോൾ വേണ്ടിയവർ പറഞ്ഞോളൂ, ഞാൻ കൊറിയർ അയച്ചു. ലിങ്ക് വേണ്ടിയവർക്ക് ലിങ്ക്. ഇത് ഓൺലൈനിലൊക്കെ വിൽക്കും. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂപ്പർ. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കച്ചവടം മുറിക്കുന്ന കാര്യം ഉണ്ടാവില്ലേ. പക്ഷെ നല്ലതാണ്. ഇത് നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലൊക്കെ ഇടട്ടോ. ലൈം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലിടാം. ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലിടാം. ഒക്കെ ഉണ്ടാക്കി ഇട്ട് കുടിച്ചാൽ ഒരു ജെല്ലി മാതിരി ഉണ്ടാവും. അപ്പം നമുക്ക് നമ്മൾ മീൻ മറിച്ച് കൊടുക്കാം. അപ്പം ഞാനത് കുടിച്ചിട്ടാണ് ചെറുനാരങ്ങൊക്കെ ഇറ്റിച്ചാണ്ട് കഴിച്ചാൽ കഷായല്ലേ നമ്മൾ. അതിന് നമ്മളെ പൊന്നാങ്കണ്ണി ചീര, മറ്റേ കഴുതാമ, പിന്നെ പേരക്കൻ്റെ ഇല, അങ്ങനെ കുറേ അതും ഇതൊക്കെ ഇട്ട് തിളപ്പിച്ചതായിട്ട് തൊട്ടാവാടി. പിന്നെ കുറേ മരുന്നുകൾ വേറെയുണ്ട്. അപ്പോൾ കൂടുതൽ തിളപ്പിച്ച് കഷായം. പിന്നെ ചേർത്തിയുണ്ട്. ഒക്കെ മരുന്നാ മക്കളെ. ഞാൻ കുടിക്കുന്നതാണ്. ഞാൻ കുറേ കാലം കൂടെ കുടിച്ചു തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ അത് കുടിച്ചുമ്പോൾ എനിക്ക് ഷുഗർ കുറയുന്നുണ്ടായി. കുടിച്ചാൽ കൂടുതലുണ്ട്. അങ്ങനെയാണ് കുടിച്ചാൽ മടിയാണേ. മടിച്ചു. അപ്പം ഇനി മീൻ പാകം. അപ്പം ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ ആയി. ഇനിയിപ്പോൾ ഞാൻ എണ്ണ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, കസാലിൻ്റെ കാര്യം കയറ്റി വെച്ച് മറ്റുള്ളവരെ കുറ്റം, മറ്റുള്ളവരെ ലാഭം നഷ്ടം നോക്കുന്നവരെ അവലാൽ എന്തെങ്കിലും ചെയ്താൽ അവലാർക്ക് 10 രൂപയുടെ കാര്യം കിട്ടും. ഇന്നത്തെ കാലമാണ്. മക്കളെയും മാപ്പിളാരെയും വേറുള്ളവരും സ്വന്തം ആശ്രയിച്ചിട്ടൊന്നും ജീവിക്കാൻ കഴിയില്ല. നമുക്ക് എന്തെങ്കിലും നമ്മളെ ആവശ്യത്തിന് വാങ്ങണമെന്നുണ്ടെങ്കിൽ, സന്തോഷത്തോടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം പൈസ. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അപ്പം നിങ്ങൾ ഹാപ്പിയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളി. എന്നാൽ ബായ്. മറ്റുള്ളവരെ നമ്മൾ നോക്കും ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ അവരെ പൈസ ആകുമ്പോൾ നമുക്ക് അഭിമാനമുള്ളവർക്ക് അതൊരു നമ്മളെ സ്വന്തമല്ലല്ലോ. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതും വേറുള്ളവർ തരുന്നതും ഒരുപാട് വ്യത്യാസത്തില്ല. നമ്മളത് സ്വന്തമായിട്ടാകുമ്പോൾ നമുക്ക് ആരോട് ചോദിക്കണ്ട, ആരെയും കണക്ക് ബോധിപ്പിക്കണ്ട. നമ്മളെ പൈസ നേരെ മറിച്ച് മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമുക്കത് ചോദിക്കണം, കണക്ക് ബോധിപ്പിക്കണം. പക്ഷെ അത് നമുക്കൊരു സന്തോഷം കിട്ടില്ല. എൻ്റെ കാര്യമില്ല പറഞ്ഞു.